പാലക്കാട് എമ്മിലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണങ്ങൾ മുതൽ സാമുദായിക സംഘടനകളുടെ എതിർപ്പടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിരോധത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. മൂന്നാം തവണയും അധികാരത്തിനായി ശ്രമിക്കുന്ന പിണറായി സർക്കാരിനെതിരെ ജനവികാരം ഉയർത്തിവിടാനാണ് സ്വാഭാവികമായും ഈ സമയം കോൺഗ്രസ് ശ്രമിക്കേണ്ടത്. പക്ഷേ മുഖ്യ പ്രതിപക്ഷ പാർട്ടി അതിന് നേരമില്ലാത്ത പ്രതിസന്ധിയിലേക്ക് ചെന്നുപെട്ടിരിക്കുന്നു. പാർട്ടിക്കും മുന്നണിക്കും നേതൃത്വം നൽകുന്നതിന്റെ മുഖമായ പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിട്ടും നീക്കങ്ങൾ നടക്കുന്നതായി അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ കരുതുന്നു. അതിനിടെ തിങ്കളാഴ്ച ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ സതീശനെതിരെ MLA-മാർ ആഞ്ഞടിച്ചെന്ന വാർത്തയും പുറത്തുവന്നു. എന്താണ് VD സതീശനെ ചൊല്ലി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്? ആദ്യം RD എക്സ്ട്രാ. കേരളത്തിൽ ഒടുവിൽ നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിലൂടെ UDF-ലെ അനിഷേധ ശബ്ദമായി VD സതീശൻ മാറിയിരുന്നു. PV അൻവറിനോടെടുത്ത നിലപാട് മുതലുള്ള വിഷയങ്ങളിൽ VD സതീശന് സാധാരണ അണികളുടെ കയ്യടി ലഭിച്ചു. എന്നാൽ സമീപകാല വിവാദങ്ങളിൽ പലതും നേരിട്ടോ അല്ലാതെയോ സതീശന് തിരിച്ചടിയാകുന്നു എന്നതാണ് വാസ്തവം. സാമുദായിക സംഘടനകളുടെ അനിഷ്ടം ഒരു തരത്തിൽ നിലവിലെ പ്രതിപക്ഷ നേതാവ് കാരണമാണ് എന്ന വ്യാഖ്യാനവുമുണ്ട്. SNDP-ക്ക് പുറമെ കോൺഗ്രസിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റായ NSS മുടക്കിയത് സതീശന്റെ നേതൃത്വത്തിന് ക്ഷീണമായി. ഈ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന 3 അടിയന്തര പ്രമേയങ്ങളും തുടർച്ചയായി ചർച്ചയ്ക്കെടുത്തിരുന്നു സർക്കാർ. എന്നാൽ കിട്ടിയ അവസരത്തിൽ കത്തിക്കയറാൻ പ്രതിപക്ഷത്തിനായില്ലെന്ന മുറുമുറുപ്പ് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഉണ്ടായി. അതിനിടയിലാണ് നിയമസഭയിലെ ഫ്ലോർ മാനേജ്മെന്റിൽ പ്രശ്നങ്ങളുണ്ടെന്ന വിമർശനം സ്വന്തം പാളയത്തിൽ നിന്ന് ഉയരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ പ്രതിപക്ഷ നേതാവിനെതിരായ വിമർശനങ്ങൾക്ക് ഉൾപാർട്ടി രാഷ്ട്രീയത്തിൽ വലിയ ചലനമുണ്ടാകുമെന്നുറപ്പ്. RD എക്സ്ട്രാ, ന്യൂസ് മലയാളം. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ VD സതീശനെതിരെ MLA-മാർ രംഗത്തെത്തിയതായിരുന്നു ഇന്നത്തെ വാർത്ത. സതീശന്റെ നിലപാടിനെ വിമർശിച്ച് CR മഹേഷും മാത്യു കുഴൽനാടനുമാണ് രംഗത്തെത്തിയത് എന്നും വാർത്ത വന്നു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നത് 4 തവണ മാത്രമാണ് എന്നുള്ള കുറ്റപ്പെടുത്തലുണ്ടായി. പക്ഷേ ഞാനിപ്പോൾ ഓടിച്ച് കണക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് 6 തവണയെങ്കിലും ചേർന്നിട്ടുണ്ടാകാമെന്നതാണ്. എന്തായാലും പരിമിതമായ എണ്ണമേ ചേർന്നിട്ടുള്ളൂ എന്നുള്ളതാണ് വിമർശനം. സതീശന്റെ മറുപടി ധാർഷ്ട്യം നിറഞ്ഞതാണ് എന്നാണ് MLA-മാർ തുറന്നടിക്കുന്നത്. പക്ഷേ പാർലമെന്ററി പാർട്ടിയിൽ വിമർശനം എന്ന വാർത്ത VD സതീശൻ തള്ളുകയാണ്. വിമർശനങ്ങൾ ഉയർന്നിട്ടില്ലെന്നും പുറത്തുവരുന്ന വാർത്തകൾ ശരിയല്ല എന്നുമാണ് VD സതീശൻ മാധ്യമങ്ങളോട് പറയുന്നത്. VD സതീശന്റെ നേതൃത്വത്തോട് സാമുദായിക സംഘടനകൾക്ക് എതിർപ്പുണ്ട്. സതീശനെ നിരന്തരം വിമർശിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തുണ്ട്. സതീശനെതിരായ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാതെയാണ് NSS-ഉം നിലനിൽക്കുന്നത്. ഘടകകക്ഷികൾക്കും സതീശനോട് അതൃപ്തിയുണ്ട് എന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ VD സതീശനെ നേതൃത്വത്തിൽ നിന്ന് നീക്കാൻ ശ്രമം എന്നുള്ള വിലയിരുത്തൽ ഇതിനിടെയുണ്ട്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ശ്രമിക്കുന്നവരുടെ നീക്കമാണ് എന്നാണ് സതീശനൊപ്പം നിൽക്കുന്നവർ കരുതുന്നത്. VD സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്ത ശേഷം ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. സിറ്റിംഗ് സീറ്റുകളായ തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട് എന്നിവ നിലനിർത്തിയപ്പോൾ നിലമ്പൂർ പിടിച്ചെടുക്കാനും കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക വിവാദത്തിൽ അതിശക്തമായ നിലപാടാണ് VD സതീശൻ എടുത്തത്. PV അൻവറിനെ മുന്നണിയിലെടുക്കാനുള്ള ലീഗിൻ്റെ അടക്കം സമ്മർദ്ദത്തെയും അദ്ദേഹം എതിർക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മളിപ്പോൾ വിലയിരുത്തുമ്പോൾ നമുക്ക് പറയാനുള്ളത്. PR പ്രവീണയാണ് ഈ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. പ്രവീണ ഇന്നിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുമുണ്ട്. പ്രവീണ, അങ്ങനെ ഒരു കൺവെൻഷണൽ ഗ്രൂപ്പ് പൊളിറ്റിക്സിൻ്റെ ആളല്ല VD സതീശൻ. അങ്ങനെ ഒരു ഗ്രൂപ്പിനെ ഈ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ, അതായത് മേൽത്തട്ട് മുതൽ കീഴ്ത്തട്ട് വരെ, അങ്ങനെ തന്നെ ഞാൻ പറയാൻ കാരണം ഞാനും ഈ കോൺഗ്രസ് രാഷ്ട്രീയമാണ് ഈ ജോലി ചെയ്തു തുടങ്ങുമ്പോൾ ഇപ്പോൾ പ്രവീണ നോക്കുന്നത് പോലെ ആ സമയത്തൊക്കെ നോക്കി തുടങ്ങിയത്. അതുകൊണ്ട് നമ്മൾ മാറിയത് നിരീക്ഷിക്കുമ്പോൾ കാണാം അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഒരു ഗ്രൂപ്പിനെ കെട്ടിപ്പടുക്കുന്ന ആളായി ഇതുവരെ VD സതീശൻ തൽക്കാലമെങ്കിലും മാറിയിട്ടില്ല. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുണ്ടാവാം. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള നീക്കം സ്വാഭാവികമായും ഒരു ഗ്രൂപ്പിൻ്റേതാണെങ്കിൽ അല്ലെങ്കിൽ ഒറ്റക്കെട്ടായതുള്ളതാണെങ്കിൽ അത് കൂടുതൽ ശക്തിപ്പെടാനാണ് സാധ്യത. എന്താണ് കരുതുന്നത്? എന്താണ് ഇപ്പോഴത്തെ ഈ ആരോപണങ്ങൾക്ക് കാരണമായിട്ടുള്ളത്? അറിയാം, കോൺഗ്രസ് രാഷ്ട്രീയം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ തിരികെ വരികയാണെങ്കിൽ, അതായത് ഭരണത്തിലേക്ക് തിരികെ വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ കച്ചകെട്ടി നിൽക്കുന്ന നിരവധി പേരുണ്ട്. അതിൽ പ്രധാനമായും 3 പേരാണ്. ആ പക്ഷത്തേക്ക് കുറച്ചധികം ആൾക്കാരുമുണ്ട്. അതിലൊരു പക്ഷമായി ഇപ്പോൾ VD സതീശൻ പക്ഷം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഒന്ന് നമുക്കറിയാവുന്നതുപോലെ KC വേണുഗോപാൽ, മറ്റൊന്ന് രമേശ് ചെന്നിത്തല, മറ്റൊന്ന് നിലവിലെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ. ഈ 3 പേരുടെയും അവരവരുടേതായ ലോകത്തേക്ക് കുറച്ച് ആൾക്കാരെ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഗ്രൂപ്പുകളെല്ലാം തന്നെ സജീവമായി സോഷ്യൽ
സോഷ്യൽ മീഡിയയിൽ അടക്കം ഇടപെടുന്നുമുണ്ട്. ആ ഘട്ടത്തിലാണ് വി ഡി സതീശനെതിരെ ഓരോരോ തരത്തിൽ ഓരോരോ ഇടങ്ങളിൽ നിന്നുള്ള ഇടപെടലുകൾ, നീക്കങ്ങൾ, എതിർ വിഭാഗങ്ങൾ ഉന്നയിക്കുന്നത്. അതിൽ പ്രധാനമായി വന്നത് നമുക്കറിയാവുന്നതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാടുകളായിരുന്നു. കർക്കശമായ നിലപാടായിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ വി ഡി സതീശന് ബോധ്യമുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് KC വേണുഗോപാലിനും അടക്കം മനസ്സിലായില്ല എന്നുള്ളൊരു മറു ചോദ്യം ഉയരുന്നുണ്ട്. നമുക്കറിയാം രാഹുൽ വി ഡി സതീശൻ്റെ എല്ലാ വാക്കുകളെയും ലംഘിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുഖത്തടി കൊടുക്കുന്ന പോലെ ആയിരുന്നു നിയമസഭയിലേക്ക് എത്തിയതും തിരികെ പോയതും. പിന്നീട് അദ്ദേഹം മണ്ഡലത്തിലുള്ള ദിവസം തന്നെ, പാലക്കാടുള്ള ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെത്തി സജീവമാകാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഗ്രൂപ്പിനടക്കം, അതായത് വി ഡി സതീശനൊപ്പം ചേർന്ന് നിന്ന സതീശേട്ടൻ എന്ന് മാത്രം വിളിച്ചിരുന്ന ആ ഗ്രൂപ്പിലുള്ളവർ പിന്നീട് എങ്ങോട്ട് പോയി എന്ന് നോക്കുമ്പോൾ അത് KC വേണുഗോപാൽ പക്ഷത്തേക്കാണ് ചാഞ്ഞത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏതാണ്ട് വ്യക്തമായി വരികയാണ്. ഈ സാഹചര്യത്തിലാണ് KC വേണുഗോപാലിൻ്റെ പക്ഷത്തുള്ള 2 MLA മാർ തന്നെ വി ഡി സതീശനെതിരെ രൂക്ഷമായ ഒരു വിമർശനം ഉന്നയിച്ച് അതും MLA മാരുടെ മീറ്റിങ്ങിൽ തുറന്നടിച്ച് രംഗത്ത് വരുന്നത്. ഇതിൻ്റെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ്. അതായത് ചില നീക്കങ്ങൾ അത് കേരളം കേന്ദ്രീകരിച്ച് MLA മാർക്കിടയിൽ തന്നെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇന്നിപ്പോൾ കരുനാഗപ്പള്ളി MLA തിങ്കളാഴ്ച നടത്തിയ കരുനാഗപ്പള്ളി MLA CR മഹേഷിൻ്റെയും അതുപോലെ തന്നെ മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടിൻ്റെയും വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ ഗ്രൂപ്പുകളുടെ പരുവപ്പെടലിനെ കുറിച്ച് ഇപ്പോൾ പ്രവീണ റിപ്പോർട്ട് ചെയ്ത് പോകുമ്പോൾ തന്നെ എനിക്കൊരു കൗതുകം തോന്നുന്നത്, ഈ ഗ്രൂപ്പുകളുടെ ഒരു ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്ഥിതി പരിശോധിച്ചാൽ CR മഹേഷ്, രമേശ് ചെന്നിത്തലയ്ക്കൊപ്പവും മാത്യു കുഴൽനാടനാണെങ്കിൽ K സുധാകരനൊപ്പവും അടിയുറച്ച് നിലനിന്നിരുന്നവരാണ്. ആ നിലയ്ക്ക് ഉള്ള ഒരു സാഹചര്യം വളരെ പെട്ടെന്ന് മാറി മറിഞ്ഞിരിക്കുന്നു. ഇവരെയൊക്കെ ഇനി KC ഗ്രൂപ്പ് എന്ന്, അതായത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഗ്രൂപ്പായി KC ഗ്രൂപ്പ് മാറിയിരിക്കുന്നു. ആ ഗ്രൂപ്പിൻ്റെ ആളുകളായി പരിഗണിക്കാമെന്നാണോ പറയുന്നത്? തീർച്ചയായും. കാരണം അതിന് മുൻപൊരു കാര്യം കൂടി പറയാം. അതായത് കോൺഗ്രസ് രാഷ്ട്രീയം ഇപ്പോൾ നോക്കുമ്പോൾ എന്നും രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും വി ഡി സതീശനും അതൊരു ത്രയമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പിടിമുറുക്കിക്കൊണ്ടുവന്നതാണ്. അവരെ തകർക്കാനാകില്ല എന്ന ഒരു ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വരെ ബോധ്യപ്പെട്ട് അദ്ദേഹം സൈലൻ്റായി മാറി നിന്ന് കളി കണ്ട ഒരാളാണ്. പക്ഷേ അവിടെ നിന്നൊരു മാറ്റം വന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നീക്കങ്ങളായിരുന്നു. ആ ത്രയത്തിനെ പൂർണ്ണമായും തച്ചുടച്ചുകൊണ്ടായിരുന്നു നീക്കങ്ങൾ. അതോടുകൂടി ആ 2 പേർക്കും, ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലും വി ഡി സതീശനോടുള്ള ഗ്രിപ്പ് പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. സതീശൻ ഈ ത്രയത്തിൽ നിന്ന് പൂർണ്ണമായും മാറി ആ 2 പേർ മാത്രം ചേർന്നതാകുന്നു. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ പിന്തുണ നൽകുന്നത് KC പക്ഷത്തുള്ള MLA മാരായിരുന്നു. KC പക്ഷത്തിൻ്റെ പരോക്ഷമായ പിന്തുണയായിരുന്നു. ആ പിന്തുണയോടുകൂടിയാണ് എല്ലാ നിർദ്ദേശങ്ങളെയും പച്ചയ്ക്ക് പറഞ്ഞാൽ വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തനിക്ക് ബോധ്യപ്പെട്ട കാര്യം, ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞ കാര്യം നല്ല അന്തസ്സായി തുറന്നു വരാൻ രാഹുലിനെ പ്രേരിപ്പിച്ചത്. രാഹുലിന് ഒരു മടിയും കൂടാതെ, ചെയ്ത തെറ്റുകൾക്ക് പോലും ഒരു പ്രായശ്ചിത്തവും ചെയ്യാതെ, പ്രായശ്ചിത്തം പോലും തോന്നാതെ വളരെ കൂളായ നിയമസഭയിലേക്ക് വന്നു പോകാൻ ഒരു സാധ്യത ഒരുക്കിയത് പോലും KC പക്ഷത്തിൻ്റെ പിന്തുണയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൽ കേരളത്തിലെ നയിക്കാൻ ആര് എന്നുള്ള ചോദ്യത്തിന്, പക്ഷേ പ്രവീണ ഒരൊറ്റ കാര്യം കൂടെ ഇതിനകത്ത്, ഇവര് ഇത് തീർച്ചയായും പ്രവീണ സൂചിപ്പിച്ചതുപോലെ ഒരു ഗ്രൂപ്പ് നീക്കം എന്ന മട്ടിൽ തന്നെ, അല്ലെങ്കിൽ എന്തെങ്കിലും ആ നിലയ്ക്കൊരു വാർത്ത തന്നെയാണ് അവരും, ഒരു ഗ്രൂപ്പ് താല്പര്യം തന്നെയാണ് ലക്ഷ്യമിടുന്നത് എന്ന് നമുക്ക് കരുതുന്നത്. ഇപ്പോൾ 15ാം നിയമസഭയുടെ 14ാം സമ്മേളനം നടക്കുമ്പോൾ 23 തവണ UDF-ൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്നിട്ടുണ്ട്. 6-4 ആ കാര്യത്തിലൊരു ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും 6 തവണ എന്നാണ് ഞാൻ അന്വേഷിക്കുമ്പോൾ അവർ തന്നെ അറിയിക്കുന്നത്. പാർലമെൻ്ററി പാർട്ടി യോഗം 6 തവണ കോൺഗ്രസിൻ്റെ ഇതും ചേർന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ എന്നിട്ടും പാർലമെൻ്ററി പാർട്ടി യോഗം ചേരുന്നത് കുറവാണ് എന്നും വേണ്ട രീതിയിൽ ഇവിടെ ചർച്ച നടക്കുന്നില്ല എന്നും ഫ്ലോർ മാനേജ്മെൻറ്റ് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നില്ല എന്നും ആരോപിക്കണമെങ്കിൽ തീർച്ചയായും അത് യഥാർത്ഥത്തിൽ അവിടെ നിലനിൽക്കുന്ന നിയമസഭയ്ക്കുള്ളിൽ നിലനിൽക്കുന്ന പ്രശ്നം, അത് കൈകാര്യം ചെയ്യുന്ന പ്രശ്നം എന്നതിനപ്പുറത്തുള്ള രാഷ്ട്രീയ കാരണങ്ങൾ തന്നെയാണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാം, അല്ലേ? തീർച്ചയായും സ്ഥിരീകരിക്കാവുന്നതാണ്. മാത്രവുമല്ല, ഒരു കാര്യം കൂടി ആലോചിക്കണം. കോൺഗ്രസ് MLA-മാരുടെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേരുമ്പോഴാണ് ആരൊക്കെ ഏതൊക്കെ വിഷയം ഉന്നയിക്കണം, അതിൻ്റെ ഗൗരവം എന്താണ്, അവരവരുടെ മനസ്സിൽ എന്താണെന്നൊക്കെ പറയേണ്ടത്. അപ്പോൾ അതിനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല. ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനം അത് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഏകാധിപത്യ സ്വഭാവം വേണ്ട, ഞങ്ങൾക്ക് തിരിച്ച് പ്രതികരിക്കാൻ അറിയാം എന്നുള്ളൊരു മെസ്സേജ് കൂടി കൊടുക്കാനാണ് MLA-മാർ ആ യോഗത്തിൽ ശ്രമിച്ചത്. അതെന്തായാലും പൂർണ്ണമായി നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് എത്ര അവഗണിക്കാൻ ശ്രമിച്ചാലും ആ MLA-മാർ തന്നെ ഞങ്ങളിങ്ങനെ
ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ വി ഡി സതീശൻ്റെ തിരിച്ചുള്ള എല്ലാ മറുപടികളും അത് ഒരു കാറ്റിൽ തട്ടി പോകുന്ന ഒരു അവസ്ഥയുമാണ്. റൈറ്റ്. PR പ്രവീണയാണ് വിശദമായി അത് റിപ്പോർട്ട് ചെയ്തത്, അതിൻ്റെ സാഹചര്യം എന്താണെന്ന് വിശദീകരിക്കുകയും ചെയ്തത്. എന്തായാലും ആ ദിവസം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ വിമർശനം ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ദിവസം പാർലമെൻ്ററി പാർട്ടി യോഗത്തിന് വേണ്ടിയാണ് അദ്ദേഹം VD സതീശൻ പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടി ഉണ്ടായിട്ട് അത് അടക്കം ഒഴിവാക്കിക്കൊണ്ട് റദ്ദാക്കിക്കൊണ്ട് അദ്ദേഹം പാർലമെൻ്ററി പാർട്ടി യോഗത്തിലേക്ക് പോയത് എന്നത് അത് കൃത്യമായി നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ്. അത് ആ നിലയ്ക്ക് തന്നെ എന്തുകൊണ്ട് അദ്ദേഹം അവിടെ പങ്കെടുത്തില്ല എന്നറിയുമ്പോൾ അദ്ദേഹം അതിൽ തീർച്ചയായും വളരെ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ തന്നെ പങ്കെടുക്കാനെത്തിയ ആളാണ്. പക്ഷേ ആ ദിവസം തന്നെയാണ് മറ്റ് ഒട്ടേറെ പരിപാടികൾ വരുന്നത്. കാരണം ഇപ്പോൾ നേരത്തെ ഈ പാർലമെൻ്ററി പാർട്ടി യോഗം ഏതാണ്ട് 6:15 അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നു. 7 മണിക്ക് 7:15 ഇത് അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ആ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ഉണ്ടായി എന്നതും വാസ്തവമാണ്. CR മഹേഷ് അവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, തീർച്ചയായും നമുക്ക് കൂടുതൽ വിശദമായിരിക്കണം, കാര്യങ്ങളെല്ലാം പറയാനുള്ള അവസരം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. തീർച്ചയായും വൈകാതെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പിരിയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ തീർച്ചയായും ഒരു എതിർ ശബ്ദം ആ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ആ മട്ടിൽ ഉയർന്നത് വാർത്തയായി പുറത്തു വന്നിട്ടുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇത് VD സതീശൻ അവിടെ പാർലമെൻ്ററി പാർട്ടി യോഗം വിളിക്കാത്തത് കൊണ്ടോ UDFൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം നടക്കാത്തത് കൊണ്ടോ ഉയർന്ന വിമർശനമല്ല എന്നത് ഇപ്പോൾ ഇവിടെ തീർച്ചയായും നമുക്ക് സ്ഥിരീകരിച്ച് പറയാം. കാരണം 23 തവണയാണ് UDFൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്നത്, 6 തവണ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയും യോഗം ചേർന്നിട്ടുണ്ട്. അപ്പം മറ്റ് കാരണങ്ങളൊക്കെ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ ആരോപണം അങ്ങനെ ഉയർത്തിക്കൊണ്ട് വരുന്നതിന് കാരണം എന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഇതുവരെ വിവിധ വിഷയങ്ങൾ ഇവർക്കൊക്കെ ആരോപണം ഉന്നയിക്കാൻ പോകുന്ന വിഷയങ്ങൾ എന്താണ്? ഈ സാമുദായിക സംഘടനകളോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം VD സതീശൻ സ്വീകരിക്കുന്നു എന്നത് അതൊരു തെറ്റായി എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക, അല്ലെങ്കിൽ അതൊരാരോപണമായി എങ്ങനെയാണ് മറ്റു ഗ്രൂപ്പുകൾക്ക് അവതരിപ്പിക്കാൻ കഴിയുക എന്നത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നേയില്ല. പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം എന്നത് സാമുദായിക സംഘടനകളുമായി ഇത്തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് എന്നതുകൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ ഇടതുമുന്നണി സർക്കാർ രൂപീകരണത്തിനുള്ള താല്പര്യം നിലനിൽക്കുന്നത്, വീണ്ടും അടുത്ത 3ാം സർക്കാർ എന്നുള്ള സങ്കല്പത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ സാമുദായിക സംഘടനകളോട് വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നുള്ള ആരോപണം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് VD സതീശൻ സാമുദായിക സംഘടനകളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നത്. അതിനെ പോസിറ്റീവായി തന്നെ വേണ്ടേ കാണാൻ. മാത്രമല്ല, ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയത്തിൽ വളരെ ഉറച്ച നിലപാട് VD സതീശൻ സ്വീകരിച്ചു എന്നതിനെ എങ്ങനെയാണ് തെറ്റായി വ്യാഖ്യാനിക്കാൻ കഴിയുക? ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് പല തരത്തിലും ആ വിഷയത്തെ ട്വിസ്റ്റ് ചെയ്യാനോ അതിലൊരു വിട്ടുവീഴ്ച മനോഭാവത്തോടെ നിൽക്കാനോ കഴിയുമായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു ഉറച്ച നിലപാടെടുത്തു എന്നത് എങ്ങനെയാണ് ഒരു തെറ്റായി വ്യാഖ്യാനിക്കാൻ കഴിയുക എന്നത് മനസ്സിലാവുന്നില്ല. എന്തായാലും കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ കൺവെൻഷണൽ സ്റ്റൈലിലൊന്നുമല്ല VD സതീശൻ പ്രവർത്തിക്കുന്നത്. ഗ്രൂപ്പ് മാനേജേഴ്സ് തീർച്ചയായും വേണം. അങ്ങനെ ഗ്രൂപ്പ് മാനേജേഴ്സ് എന്ന തരത്തിൽ കാര്യങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഓരോ ജില്ലയിലും ഇതിൻ്റെ മേൽനോട്ടക്കാർ വേണം. ആ നിലയ്ക്ക് മേൽനോട്ടക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്നൊന്നും തൽക്കാലം നിരീക്ഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. VD സതീശൻ്റെ രാഷ്ട്രീയ രീതികളെ നിരീക്ഷിക്കുമ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് വരുന്ന ദിവസങ്ങളിൽ ഈ വിഭാഗീയത കൂടുതൽ രൂക്ഷമാവുമോ, അതല്ല തൽക്കാലം അതിനെയെല്ലാം അവസാനിപ്പിക്കാൻ അടുത്ത പാർലമെൻ്ററി പാർട്ടി യോഗത്തോടെ തന്നെ VD സതീശന് കഴിയുമോ എന്നതും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചില്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിന് പിന്നെ അധികം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു സ്ഥിതിയുണ്ട് എന്നൊക്കെ വിമർശകരും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം സംസ്ഥാന ഭരണം ആ പാർട്ടിയുടെയും അവർ നേതൃത്വം നൽകുന്ന മുന്നണിയുടെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം 10 വർഷമായി ഇപ്പോൾ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഈ വിചാരം ആദ്യം ഉണ്ടാകേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കാണ്. അവർക്ക് തമ്മിലടിക്കാനാണ് താല്പര്യമെങ്കിൽ ആർക്കും പിന്നെ ഒന്നും ചെയ്യാനാവില്ല. 3ാം തവണയും അധികാരം ഉറപ്പ് എന്ന് ആവർത്തിച്ച് പറയുന്ന ഇടതുമുന്നണി മറുഭാഗത്തുണ്ട് എന്നത് ഓർക്കുന്നത് കോൺഗ്രസിന് നന്നാകും. സതീശനെതിരെ നിലവിൽ ഉയരുന്നു എന്ന് കേൾക്കുന്ന പാളയത്തിലെ പടപ്പുറപ്പാട് ഫലത്തിൽ ഗുണം ചെയ്യുക LDFനായിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. മുൻവിധികൾ മാറ്റിവെച്ച് ഉൾപാർട്ടി പ്രശ്നങ്ങൾ തീർക്കേണ്ടത് സതീശൻ്റെ ഉത്തരവാദിത്വമാണ് എന്നതിലുപരി മുഴുവൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെയും ഉത്തരവാദിത്വമാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. ഒരിടവേളയിലേക്ക്